നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാഡ് യുണൈറ്റഡ് ഫുട്ബോൾ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ നോട്ടിംഗം ഫോറസ്റ്റ് 2-2 ഡ്രോയിന് ശേഷം നമ്മൾ ഫാൻസ് പല ആൾക്കാരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഡിയേഗോ ഡാലോട്ടിൻ്റെ പെർഫോമൻസ്. അതെ, ഡിയേഗോ ഡാലോട്ടിൻ്റെ ഈ പുവർ പെർഫോമൻസ് ഇതൊരു തുടർക്കഥ എന്ന് വേണം നമുക്ക് അതിനെ വിശേഷിപ്പിക്കാനായിട്ട്. കാരണം ഇത് ഇന്നലെയോ തുടങ്ങിയ കാര്യങ്ങളൊന്നുമല്ല, ഇത് കുറേ നാളായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഡിയേഗോ ഡാലോ ഒരു ബാധ്യതയാകുന്നു എന്നാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ റിക്വസ്റ്റ് യു ടു കൈൻഡ്ലി സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് ഈ വീഡിയോയ്ക്ക് ഐ റിക്വസ്റ്റ് യു ടു ഗിവ് എ ലൈക്ക്. അപ്പം ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടാനായിട്ട് അത് സഹായിക്കും. ഡാലോ 2018-19 സീസണിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത്. അന്ന് ഹൊസെ മൊറീനോ ആണ് ഡാലോട്ടിനെ ടീമിലേക്ക് കൊണ്ടുവരുന്നത്. വി ബോട്ട് ഹിം ഫ്രം പോർട്ടോയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച പ്ലെയറാണ്. അന്ന് വരുമ്പോൾ 19 വയസ്സ് മാത്രമായിരുന്നു ഡിയേഗോ ഡാലോട്ടിനുണ്ടായിരുന്നു. വളരെ പൊട്ടൻഷ്യലുള്ള ഒരു 19 വയസ്സുകാരനായിട്ടാണ് ഡാലോ ടീമിലേക്ക് എത്തുന്നത്. പക്ഷേ ഈ 25-26 സീസൺ ആകുമ്പോൾ ഡാലോ ഓൾറെഡി 26 വയസ്സ് കംപ്ലീറ്റ് ആയി. അങ്ങനത്തെ ഒരു ലെവലിലേക്കാണ് നിൽക്കുന്നത്. പക്ഷേ ഈ 26 വയസ്സ് എത്തി നിൽക്കുമ്പോൾ സാധാരണ ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി യങ് ആയിട്ടുള്ള ലെവൽ, അതും പ്രത്യേകിച്ച് ഒരു ടീമിൽ ഒരു 19ാമത്തെ വയസ്സിലെ ടീമിൽ കയറിപ്പെട്ടുള്ള ഒരു പ്ലെയർ 26th വയസ്സിലും നിൽക്കുന്നുണ്ടെങ്കിൽ ആ പ്ലെയറിൻ്റെ ഒരു കരിയർ പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയറിപ്പോകുന്ന ഒരു ലെവലാണ്. അപ്പോൾ ഒരു 26 എന്നൊക്കെ പറയുമ്പോൾ ഒരു കരിയർ പീക്കിൽ നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷേ ഡിയേഗോ ഡാലോട്ടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഹീ ഈസ് നോവെയർ ഗുഡ് ഇനഫ് എന്ന് വെച്ചാൽ വളരെ ഡിഫെൻസീവ് ഫ്രെജിലിറ്റി ഉള്ളൊരു പ്ലെയറാണ് ഡാലോ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താ പറയുക, ഒരു ടോപ്പ് ഫുൾ ബാക്ക് ആയിട്ട് ഇതുവരെ ഇവോൾവ് ആയിട്ടില്ല. ഇത്രയും വർഷങ്ങളായിട്ട് ഒരു ടോപ്പ് ഫുൾ ബാക്ക് ആയിട്ട് ഇവോൾവ് ആകാൻ പറ്റാത്ത ഒരു പ്ലെയറാണ്. നമ്മൾ ഒരു പ്രോഗ്രസീവ് പ്ലേ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ടൈറ്റിലിന് വേണ്ടിയിട്ട് ഈ അടുത്ത വർഷങ്ങളിൽ ഒരു 1 or 2 ഇയേഴ്സിലേക്ക് നമ്മൾ ഒരു ടൈറ്റിൽ അടിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ഈ ഒരു ഡിഫൻസീവ് ഫ്രെജിലിറ്റി ഉള്ള ഒരു പ്ലെയർ എന്തുമാത്രം നമ്മളെ പുറകോട്ട് വലിക്കുന്നു എന്ന് വേണം നമുക്ക് നോക്കിക്കാണാനായിട്ട്. എല്ലാ സീസണിലും ഇതേപോലെ കുറച്ച് ബ്രൈറ്റ് മൊമെന്റ്സ് ഉണ്ടാവും. ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഗോൾ അടിക്കുകയോ ഒരു നല്ലൊരു അസിസ്റ്റ് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നുള്ള ബ്രൈറ്റ് മൊമെന്റ്സ് വളരെ കുറച്ച് സംഭവിക്കാറുണ്ട്. എല്ലാ സീസണിലും അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷേ മെജോറിറ്റി ഓഫ് ദ സീസൺ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇൻകൺസിസ്റ്റൻസി, അതായത് കണ്ടിന്യൂസ് ഇൻകൺസിസ്റ്റൻസിയാണ് ഡാലോട്ടിൻ്റെ ഭാഗത്തു നിന്ന് ആകുന്നത്. അതിപ്പം ഡിഫെൻസീവിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഒഫെൻസീവ് സ്ട്രക്ചറിലാണെങ്കിലും എന്താ പറയുക, ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് ഡിയേഗോ ഡാലോ. പിന്നെ നമുക്ക് ഇപ്പോഴും അറിയില്ല ഡിയേഗോ ഡാലോയുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്താണെന്ന്. ഹീ കനോട്ട് അസിസ്റ്റ്, ഹീ കനോട്ട് മാർക്ക് ദ പ്ലെയേഴ്സ്, he makes continuous mistakes every game that leads to so many goals and losses. പിന്നെ he doesn't score. ഇതാണ് ഡാലോട്ടിൻ്റെ പ്രശ്നം. ഇത്രയധികം പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് ഡാലോട്ടിൻ്റെ കരിയറിൻ്റെ ഒരു ഇത് നോക്കാം. ഓക്കെ, ടോട്ടൽ എത്രയാണെന്ന് വെച്ചാൽ 247 അപ്പിയറൻസസ് ഉണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്. അതിനകത്ത് 9 ഗോളും 18 അസിസ്റ്റ്. അതായത് ഇത്രയും ഒരു 8 സീസൺ കളിച്ച പ്ലെയറിൻ്റെ കയ്യിൽ നിന്ന്, അതും ഈ ഒരു പൊസിഷനിൽ കളിക്കുമ്പോൾ റെഗുലറായിട്ട് ഗോൾസ് വരേണ്ട ഒരു സാഹചര്യമാണ്. അവിടെ 9 ഗോളും 18 അസിസ്റ്റ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ നമുക്കൊരു ചെറിയൊരു കമ്പാരിസൺ നടത്തി നോക്കാം. അതായത് ട്രെൻഡുമായിട്ടുള്ള ഒരു കമ്പാരിസൺ നമുക്ക് നടത്തി നോക്കാം. ട്രെൻഡ് അലക്സാണ്ടർ ലിവർപൂൾ സീസണിൽ വരുന്നതിനാൽ 2016-17 സീസണിൽ ജസ്റ്റ് വന്നിട്ടുള്ളൂ. അപ്പം അതിനകത്ത് എനിക്കൊന്ന് ഒരു 9 ഗെയിംസ് എന്തോ കളിച്ചിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് 17-18 സീസണിലാണ് ട്രെൻഡ് വരുന്നത്. അതായത് ഡാലോട്ടിൻ്റെ ഒരു സീസൺ മുമ്പാണ് ലിവർപൂൾ ടീമിലേക്ക് എത്തുന്നത്. അപ്പോഴും ഒരു ഫുൾ സീസണൊന്നും കളിച്ചിട്ടില്ല. മൊത്തത്തിൽ എനിക്കൊന്നൊരു 18-19 ഗെയിംസ് ഒക്കെ മാത്രമേ കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏകദേശം ഡാലോട്ടിൻ്റെയൊക്കെ ഡാലോ വരുന്ന ടൈം മുതലാണ് ട്രെൻഡിൻ്റെ ഒരു സീസൺ പ്രോപ്പർ ഗെയിം ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അങ്ങനെ ഒരു കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ ട്രെൻഡിന് 354 അപ്പിയറൻസസ്, അതിനകത്ത് 23 ഗോളും 92 അസിസ്റ്റ്. യു ഹേർഡ് ഇറ്റ് റൈറ്റ്, 92 അസിസ്റ്റാണ് ട്രെൻഡ് നൽകിയിട്ടുള്ളത് പ്ലേയേഴ്സിന്. അപ്പോൾ അത് എന്തുമാത്രമാണ് ലിവർപൂൾ ടീമിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം.
ഈ ക്ലോപ്പിൻ്റെ അണ്ടറിൽ അവർ ടൈറ്റിൽ വിൻ ചെയ്യുന്നതും പിന്നെ റെഗുലറായിട്ട് മാൻ സിറ്റീനെ ടെയിലിൽ തന്നെ ഉണ്ടായിരുന്നു, ആ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് ടെയിലിൽ തന്നെ ഉണ്ട്. അതും ചെറിയ പോയിന്റ് ഡിഫറൻസിന്, 1 പോയിന്റ് ഡിഫറൻസും 2 പോയിന്റ് അങ്ങനത്തെയൊക്കെ ചെറിയ ഫൈൻ മാർജിൻസിലാണ് അവർക്ക് ടൈറ്റിൽ നഷ്ടമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള സാഹചര്യത്തിൽ ഒരു 92 അസിസ്റ്റാണ് ഇത്രയും വർഷങ്ങളിൽ ട്രെൻഡ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ പലരും പറയും ഓക്കെ എന്തിനാ ഇങ്ങനത്തെ ഒരു കമ്പാരിസൺ എന്നുള്ളത്. ഉറപ്പായിട്ടും നമ്മൾ കമ്പാരിസൺ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വി ആർ ലുക്കിംഗ് ഫോർ ഗ്ലോറി, നമ്മൾ ഉയർന്നു വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ ഉറപ്പായിട്ടും കമ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ടീംസുമാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഷുഡ് ബി കൺസിഡർഡ് ആസ് എ ടോപ്പ് ലെവൽ ടീം, അല്ലാതെ നമ്മൾ മിഡ് ലെവൽ ടീം ആണ് അതുകൊണ്ട് നമ്മൾ മിഡ് ലെവൽ പ്ലെയേഴ്സുമായിട്ടുള്ള കമ്പാരിസനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇല്ല. വി ഹാവ് ടു കമ്പയർ ആ പ്ലെയേഴ്സ് വിത്ത് ദ ബെസ്റ്റ് ടീം, എന്നാലേ നമ്മുടെ പ്ലെയേഴ്സും നമ്മുടെ ടീമും മികച്ചതായി വരത്തുള്ളൂ. അപ്പം ഇത്രയും വർഷങ്ങളിൽ 18 അസിസ്റ്റ് കൊടുത്ത പ്ലെയറാണ് നമുക്ക് ഇപ്പോഴും തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയം ലിവർപൂളിന് 92 അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇത്രയും വർഷങ്ങളിൽ. സോ ആ ഒരു ഡിഫറൻസ് തന്നെ ഹ്യൂജ് ആണ്. ഓക്കെ, സോ ഈ 3-4-3 സിസ്റ്റം, അതായത് അമറും കളിക്കുന്ന 3-4 സിസ്റ്റത്തിൻ്റെ നെടുന്തൂണ് എന്ന് പറയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഫുൾ ബാക്സ് ആണ്. കാരണം അവരാണ് ഈ അപ്പ് ആൻഡ് ഡൗൺ ഓടി നിൽക്കുന്നത്. അതായത് ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്യണം, പിന്നെ ഒഫൻസിനെ ഹെൽപ്പ് ചെയ്യണം. അതാണ് ഇവരുടെ ഇത്. അപ്പം ഇവരെന്ന് പറഞ്ഞാൽ ടീമിൻ്റെ മെയിൻ ബാക്ക് ബോൺ തന്നെയാണ്. കാരണം ഈ ഒരു സിസ്റ്റത്തിൽ ബാക്ക് 3 കളിക്കുമ്പോൾ എപ്പോഴും അവർ ഓപ്പോസിറ്റ് പ്ലേയേഴ്സ് നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പം ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മൾ അതായത് അറ്റാക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒഫൻസിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യേണ്ട ഒരു പ്ലെയറാണ്. സോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. അങ്ങനത്തെ ഒരു റോള് കളിക്കാനായിട്ട് ഡാലോട്ടിനെ പോലെ ഒരു പ്ലെയർ വരുമ്പോൾ നമ്മുടെ ടീമിനെ അത് ബാക്കിലോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ ഇത് ഈ അടുത്തിടയ്ക്ക് മാത്രം കണ്ടിട്ടുള്ളൊരു കാര്യമല്ല, കഴിഞ്ഞ സീസണിലാണെങ്കിലും അതിന് മുമ്പത്തുള്ള സീസണിലൊക്കെ ആണെങ്കിലും സ്ഥിരം ഡാലോന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ എംറമിൻ്റെ 3-4-3 സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓവർലോഡ് സൃഷ്ടിക്കുന്നതും എതിരാളികളെ സ്ട്രെച്ച് ചെയ്യുന്നതിനും വിൻ ബാക്കുകളെ വളരെയധികം ആശ്രയിക്കുന്ന ഒരു ടീമാണ്. പക്ഷേ ഡാലോട്ടിൻ്റെ പ്രശ്നം, ഹി ഡസ് നോട്ട് ബീറ്റ് എനി ഓപ്പോസിഷൻ പ്ലെയർ, ഹി ഡസൻ സ്റ്റോപ്പ് ക്രോസസ് ആൻഡ് പുവർ ഡിഫൻസീവ് അവയർനെസ്. ഈ 3 ഫാക്ടേഴ്സ് ഭയങ്കര രീതിയിലുണ്ട്. ഞാൻ ഇതുവരെയ്ക്ക് അടുത്തിടയ്ക്ക് ഒന്നും കണ്ടിട്ടില്ല ഡാലോ ഒരു എതിർ ടീം പ്ലെയറിനെ ഓടി തോപ്പിക്കുന്നത്. അല്ലെങ്കിൽ 1-on-1 എടുക്കുന്ന പറഞ്ഞാൽ ഒരിച്ചിരി മുമ്പോട്ട് പോവുക, സ്റ്റോപ്പ് ചെയ്യുക, ബാക്കിലോട്ട് പാസ് കൊടുക്കുക, ഇത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ ടീമിനെ അത് ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് വേണം അതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട്. സോ ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഇത് തുടർന്നു കൊണ്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഇത് തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പുരോഗതി എന്തായാലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു കംപ്ലീറ്റ് ബാധ്യത തന്നെയായി മാറിയിരിക്കുകയാണ് ഡിയേഗോ ഡാലോ. ആൻഡ് എന്നിട്ട് പോലും ഹീ ഈസ് ഗെറ്റിംഗ് മിനിറ്റ്സ്. എല്ലാ കളികളിലും സ്റ്റാർട്ട് ചെയ്യുകയും ആ ഗെയിംസ് കംപ്ലീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആസ് ഇഫ് ഒരു പ്രശ്നമില്ലാത്ത ഒരു പ്ലെയർ എന്നുള്ള രീതിയിലാണ് തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് ഡോർഗുവിനെ കൊണ്ടുവന്നു. ഡോർഗുവിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, ബട്ട് ഹീസ് വെരി യങ്, 21 വയസ്സുള്ള ഒരു പ്ലെയറാണ്. പക്ഷേ എന്തുകൊണ്ടും ഡിയേഗോ ഡാലോനെ കാട്ടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് പാട്രിക് ഡോർഗു. ഈ 21-ാമത്തെ വയസ്സിൽ തന്നെയും ബെറ്ററാണ്. ഒഫൻസീവ് പ്ലേയിലാണെങ്കിലും ഡിഫൻസീവ് പ്ലേയിലാണെങ്കിലും മച്ച് ബെറ്റർ. മറ്റേന്ന് പറഞ്ഞാൽ ഡിഫെൻഡ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ലൈക്ക് അവയർനെസ് ഇല്ല, എൻ്റെ ബാക്കിൽ ഒരു പ്ലെയർ ഉണ്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ചിന്തയില്ല. നമ്മൾ കഴിഞ്ഞ സീസണിലാണെന്ന് തോന്നുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്, പല പ്ലെയേഴ്സും ഡാലോട്ടിൻ്റെ ബാക്കിൽ നിന്ന് ഓടി വന്നിട്ട് ഗോൾ ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ അവിടുന്ന് ക്രോസ് വരുന്നു, ഡാലോ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും, ഡാലോയുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്നു, ബാക്കിൽ കൂടെ പ്ലെയർ വന്നിട്ട് ഗോൾ അടിച്ച് കയറ്റുന്നത് ഒക്കെ ആയിട്ട് നമ്മൾ സ്ഥിരം കണ്ടു. നമ്മൾ എനിക്കൊന്ന് ടോട്ടൻഹാമായിട്ടുള്ള ഗെയിമിൽ ആറൺ ജോൺസൺ അടിച്ച ഗോള് അങ്ങനെയായിരുന്നു. ഡാലോട്ടിന് അറിയത്തില്ല ചുറ്റിന് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു അവയർനെസ്സും ഡാലോ കാണിക്കാറില്ല. അപ്പം അത് ഒത്തിരി മാത്രം ഇഷ്യൂ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ എല്ലാ വീക്കിലും ഇത് തുടർക്കഥ ആയിട്ട് തന്നെയാണ് പോകുന്നത്. പുവർ പൊസിഷനിങ്, ഒരു പ്രോപ്പറായിട്ടുള്ള പൊസിഷനിങ് ചെയ്യുന്നില്ല, മാർക്ക് ചെയ്യേണ്ട പ്ലെയേഴ്സിനെ ലൂസ് ചെയ്യുന്നു, പിന്നെ സ്വിച്ചിങ് ഓഫ് അറ്റ് കീ മൊമെന്റ്സ്. നമ്മൾ ഈ ഫോറസ്റ്റ് ആയിട്ടുള്ളൊരു ഗെയിമിൻ്റെ അകത്തും ആ ഒരു സംഭവം കണ്ടു. സെക്കൻഡ് ഗോളിൽ ഡിഫൻസിൽ നിൽക്കുവാണ് നമ്മൾ, എന്താ പറയുക, ഒരു ക്രോസ് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്
ബോക്സിനകത്ത് നിൽക്കുമ്പോൾ നമ്മൾ അവെയർ ആയിരിക്കണം. ഏത് നിമിഷവും എൻ്റെ ഭാഗത്ത് ബോൾ വരാം, അത് ഞാൻ ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു അവയർനെസ് വേണം. ഇതെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ഫുട്ടഡ് ആയിട്ട് നിൽക്കുക, അതായത് രണ്ട് കാലം ഇങ്ങനെ നിലത്ത് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു, ബോൾ വന്ന് ഫ്രണ്ടിൽ വന്ന് വീഴുന്നു, അപ്പോൾ ചിന്തിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. ആ ഒരു നിമിഷമാണ് ഇയാളുടെ അവയർനെസ് വരുന്നത്, ആ ബോൾ എത്തി എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ബാക്കിൽ നിന്നുള്ള പ്ലെയർ ഡാലോട്ടിനെ കടത്തിവിട്ട് ബോൾ എടുത്തിട്ട് ഗോൾ സ്കോർ ചെയ്യുകയാണ്. ലൈക്ക് ഈസ് ഫ്ലാറ്റ് ഫുട്ടഡ്. ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ടോസിലായിരിക്കണം എന്ന് വെച്ച് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഡിഫൻസിലൊക്കെ നിൽക്കുമ്പം ടോസിൽ നിൽക്കണം എന്ന് വെച്ചാൽ പറന്ന് നിൽക്കേണ്ട ഒരു ഇതാണ്. എപ്പോൾ ബോൾ വന്നു കഴിഞ്ഞാൽ അതിന് ക്ലിയർ ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അവിടെ വിശ്രമിച്ച് നിൽക്കുവാണ്, കളി കണ്ടുകൊണ്ട് നിൽക്കുക, എന്താ സംഭവിക്കുന്നത്, വന്ന് ബോൾ വരുന്നു, ഇവിടെ കണ്ടു, ഓക്കെ ഇനി ഞാൻ അടിക്കാം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഗോളായി കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇത് എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി പ്രാവശ്യം ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇതിപ്പം ഈ ഒരു ഗെയിം എടുത്ത് പറയുന്നേ ഉള്ളൂ, ഇതിന് മുമ്പത്തുള്ള പല ഗെയിമിലും ഇത് സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ സ്വിച്ചിങ് ഓഫ് അറ്റ് കീ മൊമെന്റ്സ് ആൻഡ് കോസ്റ്റിംഗ് അസ് ഗോൾസ്. ഇതൊരു ഹാഷ് ക്രിറ്റിസിസമായിട്ട് അല്ല ഞാൻ പറയുന്നത്, ഇതെന്ന് പറഞ്ഞാൽ ഒരു റിയാലിറ്റി എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. സോ വി നീഡ് ഹൈ സ്റ്റാൻഡേർഡ് പ്ലെയേഴ്സ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഉള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഷുഡ് വി ഹാവ് സോൾഡ് ആരൺ വാൻ ബിസാക്ക? വാൻ ബിസാക്ക എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റം, ഈ 3-4-3 സിസ്റ്റം കളിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു പ്ലെയർ ആകുമായിരുന്നു. നമ്മൾ ബിസാക്കനെ സോൾഡ് ചെയ്യുന്നതിന് പകരം ഡാലോട്ടിനെയാണ് സോൾഡ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ നമ്മൾ നേരിടുന്ന ഇഷ്യൂ കുറച്ചും കൂടെ ഒന്ന് ലഘൂകരിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, നമ്മൾ ഒരു പ്ലെയർ ബിസാക്കനെ ക്രോസ് ചെയ്ത് പോകാനായിട്ട് സമ്മതിക്കത്തില്ല. ഏത് സമയത്താണെങ്കിലും ബിസാക്ക അത് ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് ബോൾ അടിച്ച് പുറത്ത് കളയെങ്കിലും ചെയ്യും മിനിമം. അപ്പം അങ്ങനത്തത് ഫോർവേഡിൽ ബിസാക്ക ചെയ്യാതിരുന്നതെന്ന് പറഞ്ഞാൽ ക്രോസുകൾ നൽകുന്നില്ല. അത് ഡാലോയും ആ സെയിം സംഭവം തന്നെയാണ് ചെയ്യുന്നത്. ഒരു രീതിയിലുള്ള ക്രോസും കൊടുക്കുന്നില്ല. കഴിഞ്ഞ സീസണിലാണെങ്കിൽ ഹോയ്ലൻഡിന് ഇതാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചു. ഒരു 2-3 ഗെയിം ഞാൻ അത് വളരെയധികം നോട്ട് ചെയ്തിട്ടുള്ള കാര്യമുണ്ട്. ഹോയ്ലൻഡിന് കൊടുക്കേണ്ടത് ബോൾ ത്രൂ ബോൾ അയാളുടെ ഫ്രണ്ടിൽ കീപ്പർ മാത്രമാണ് തട്ടി ഇട്ടാൽ മതി എന്നുള്ളൊരവസ്ഥയിൽ അവിടം വരെ പോയിട്ട് ബോൾ കൊടുക്കേണ്ടത് സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിഞ്ഞ് ഇതിലേക്കൂടെ ഓടി വരുന്ന വേറെ പ്ലെയറിന് കൊടുക്കുക. സോ ആ ഓപ്പൺ ചാൻസ് ആണ് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. സോ ഇങ്ങനത്തെ ഒരു പ്ലെയർ ഇപ്പം വാൻ ബിസാക്ക ആണെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു വെസ്റ്റ് ഹാമിൻ്റെ ടീമിൽ ആക്ച്വലി ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു പ്ലെയർ ആയിട്ട് മാറിയിരിക്കുകയാണ് ബിസാക്ക. സോ നമ്മുടെ ടീമിൽ ഇപ്പോഴത്തെ ടീമിലായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഹി വുഡ് ഹാവ് ബീൻ എ അസെറ്റ്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഡാലോട്ട് നമ്മൾ ജാനുവരിയിൽ സെയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്കൊരു പ്രോപ്പർ റിലയബിൾ വിങ് ബാക്കിന് വേണം. അതായത് നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്ന, ഗെയിം നന്നായിട്ട് റീഡ് ചെയ്യാൻ കഴിയുന്ന, പിന്നെ പിച്ചിൻ്റെ 2 എൻഡിലും അതായത് ഫോർവേഡിലും ബാക്കിലും ഒരേപോലെ കൺസിസ്റ്റൻസി നൽകാൻ പറ്റുന്ന ഒരു പ്ലെയറിനെ നമുക്ക് സൈൻ ചെയ്തേ പറ്റൂ. എനിക്കറിയാം, കാരണം ഇനിയിപ്പോൾ ലിസാൻഡ്രോ മാർട്ടിനസ് വരുമ്പോൾ ലൂക്ക് ഷോ ആയിരിക്കും ആ ഒരു പൊസിഷൻ എടുക്കുന്നത്. പക്ഷേ മാർട്ടിനസിൻ്റെ കാര്യം നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ഏത് സമയം എന്താ പറയുക, പരിക്ക് പറ്റിയിട്ട് പോകാനായിട്ട് ഉള്ളൊരു പ്ലെയറാണ്. അതേപോലെ ലൂക്ക് ഷോനെയും ഇപ്പം ലൂക്ക് ഷോ അടുപ്പിച്ച് കുറച്ച് മത്സരങ്ങൾ അടുപ്പിച്ച് കളിക്കുന്നത് 2 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു മെഡിക്കൽ ടീമിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാരണമാണ് അങ്ങനെ അത് സംഭവിച്ചത്. പക്ഷേ മാർട്ടിനസിൻ്റെ കാര്യത്തിൽ ഹീസ് ഇഞ്ചുറി പ്രൂൺ. അപ്പോൾ നമുക്ക് മാർട്ടിനസിന് അധികം എന്താ പറയുക വിശ്വസിച്ച് നിർത്താനായിട്ടും പറ്റത്തില്ല. സോ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് വി നീഡ് എ വിങ് ബാക്ക്. ലെഫ്റ്റിൽ ആ ഒരു ഫുൾ ബാക്ക് ഒരു പൊസിഷനിൽ എന്തായാലും അത് ചെയ്തേ പറ്റും. നമുക്കൊരു മിഡ്ഫീൽഡ് വേണം. അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ലെഫ്റ്റ് വിങ് ബാക്ക്. കാരണം ഈ ഒരു 3-4-3 സിസ്റ്റം ചലിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അത് പ്രോപ്പറായിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലെഫ്റ്റ് വിങ് ബാക്ക്. സോ ലെറ്റ്സ് ഹോപ്പ് വി ഗെറ്റ് എ പ്ലെയർ ഇൻ ജാനുവരി. ഡാലോ എന്നുള്ള ഒരു പ്ലെയറിനെ മതി. കാരണം ഡാലോ ഒരു സീലിംഗ് എത്തിപ്പെട്ടു. ലൈക്ക് ഇത്രയും വർഷം 8 സീസണിൽ കളിച്ചിട്ട് ഇത്രയോ മാത്രമേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സമ്മാനിക്കാനായിട്ട് ഡാലോട്ടിന് പറ്റുന്നത് എങ്കിൽ ലൈക്ക് ഐ തിങ്ക് വി നീഡ് എ ബെറ്റർ പ്ലെയർ. ഡാലോ ഉറപ്പായിട്ടും സെല്ല് ചെയ്യപ്പെടേണ്ട ഒരു പ്ലെയർ ആണ് എന്നാണ് എൻ്റെ അഭിപ്രായം. സോ വാട്ട് ഡു യു തിങ്ക് ദാറ്റ് ലൈക്ക് ഡാലോനെ കീപ്പ് ചെയ്യണോ, അല്ലെങ്കിൽ ഡാലോ ഇനി ഇമ്പ്രൂവ് ആവുമോ, അതോ ഡാലോ സെല്ല് ചെയ്യണോ എന്നുള്ളത് please give it in your comments. Okay, thank you so much for watching. Keep supporting. Bye.